ജനിതക ശാസ്ത്രത്തിന് തറക്കല്ലിട്ട കണ്ടുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു അന്തരിച്ച ജെയിംസ് ടി വാട്സൺ. വർഷങ്ങളോളം ജോലി ചെയ്ത കോൾഡ് സ്പ്രിംഗ് ഹാർബർ ലബോറട്ടറിയാണ് മരണവിവരം അറിയിച്ചത്. 1953 DNA ഇരട്ട പിരിയൻ ഘടന വാട്സൺ കണ്ടെത്തിയത്. DNA തന്മാത്രയുടെ ഇരട്ട പിരിയൻ ഗോവണി ഘടന ഫ്രാൻസിസ് കിർക്കിനൊപ്പം 1953 തന്റെ 25-ാം വയസ്സിൽ കണ്ടെത്തിയതാണ് വാട്സനെ ലോക പ്രശസ്തനാക്കിയത്. 1962 കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ക്രിക്കിനും മൗറിസ് വിൽക്കിൻസിനൊപ്പമാണ് ജെയിംസ് വാട്സൺ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ജെയിംസ് വാട്സന്റെ 1953 കണ്ടുപിടുത്തമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജെൻ തെറാപ്പി, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകൾക്ക് തുടക്കമിട്ടത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ 1928 വാട്സൺ ജനിച്ചത്. 1-ാം ക്ലാസ്സോടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചിക്കാഗോ സർവകലാശാലയിൽ വിദ്യാഭ്യാസം തുടർന്നു. പിന്നീട് ഇന്ത്യാനോ സർവകലാശാലയിൽ ഡോക്ടർ സാൽവഡോർ ലൂറിയയുടെ കീഴിൽ ഡോക്ടറേറ്റ് ഗവേഷണം നടത്തി. DNA ഘടനയുടെ കണ്ടെത്തൽ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ശാസ്ത്ര നേട്ടങ്ങളിലൊന്നായാണ് കരുതുന്നത്. ബയോടെക്നോളജി, ജനിതക എഞ്ചിനീയറിംഗ്, ജീൻ തെറാപ്പി, ജനിതക പരിശോധന, DNA ഫിംഗർ പ്രിന്റിംഗ്, ജീൻ എഡിറ്റിംഗ് തുടങ്ങിയവയുടെ മുന്നേറ്റത്തിന് കണ്ടുപിടുത്തം കാരണമായി. 1928 US-ലെ ചിക്കാഗോയിലാണ് വാട്സന്റെ ജനനം. 22-ാം വയസ്സിൽ PhD പൂർത്തിയാക്കി. മോളിക്യുലാർ ബയോളജിസ്റ്റ്, ജനിതക ഗവേഷകൻ, ജന്തുശാസ്ത്ര വിദഗ്ധൻ എന്നീ മേഖലകളിൽ അദ്ദേഹം ശോഭിച്ചു. ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയതോടെ ലോകം അശാന്തിയുടെ നിഴലിൽ. ദക്ഷിണ കൊറിയൻ സൈന്യമാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ദക്ഷിണ കൊറിയയിൽ എത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. ചൈനീസ് അതിർത്തിക്കടുത്തുള്ള ഉത്തര കൊറിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഹ്രസ്വദൂര മിസൈലാണ് വിക്ഷേപിച്ചതെന്നും ഏകദേശം 700 കിലോമീറ്റർ സഞ്ചരിച്ചെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കി. ദക്ഷിണ കൊറിയ US-ന്റെയും നിരീക്ഷണ സംവിധാനങ്ങൾ വിക്ഷേപണത്തിന്റെ തയ്യാറെടുപ്പുകൾ കണ്ടെത്തിയിരുന്നെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം പറഞ്ഞു. നേരത്തെ മെയ് 8-നും ഉത്തര കൊറിയ ഹ്രസ്വദൂര മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു. അടുത്തിടെ നടത്തിയ സൈനിക പരേഡിൽ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും പ്രദർശിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ ആണവമായുധ സംവിധാനം എന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമം ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. യുദ്ധം ബാക്കിവെച്ച ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 10,000-ഓളം മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാനുണ്ടെന്ന് പഠന റിപ്പോർട്ട്. കാണാതായ വ്യക്തികൾക്കായുള്ള സമിതിയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുഴിമാടം ആണ് ഗാസയിലേതെന്നും പറയുന്നു. 10,000-ഓളം പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണെന്നും വ്യാപകമായ നാശനഷ്ടവും ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവവും കാരണം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2 വർഷമായി നടന്ന യുദ്ധത്തിൽ ഇതുവരെ 68,872 പേർ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ഏകദേശം 1,70,677 പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 11-ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം 240 പേർ കൊല്ലപ്പെടുകയും 607 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 511 മൃതദേഹങ്ങൾ ഇക്കാലയളവിൽ കണ്ടെടുത്തു.